രണ്ടാമത്, വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ യാമപ്രാർത്ഥനകൾ പൂർത്തീകരിച്ചിട്ട് വരണം. കുമ്പസാരിച്ചിട്ട് നേരെ ഓടി വീട്ടിൽ പോവല്ല. പറ്റുമെങ്കിൽ സന്ധ്യാനമസ്കാരം കൂടെ കൂടി രാത്രി പ്രാർത്ഥന വീട്ടിൽ നിർവഹിച്ച് 51-ാം സങ്കീർത്തനമൊക്കെ ചൊല്ലി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കമുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞോ പിന്നെ എന്തും പറയാം എന്നൊരു ചോദ്യമുണ്ടോ? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കം ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, മറ്റുള്ള ഓർത്തഡോക്സ് സഭകളിൽ പ്രത്യേകിച്ച്